നമുക്കറിയാം, തൃപ്പൂണിത്തുറയ്ക്കും അത്തച്ചമയത്തിനും ഒരു രാജകീയമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് അത്തച്ചമയം ഘോഷയാത്രയെ അന്വേഷിച്ച് നമ്മൾ പോയാൽ കാണാൻ കഴിയുന്നത്. കൊച്ചി രാജാവ് ആടയാഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് ജനങ്ങളെ കാണാനിറങ്ങുന്ന സമയത്തോടുകൂടി ഇറങ്ങുന്ന ഒന്നായിരുന്നു ആ ഘോഷയാത്ര. അതിന് പല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ തർക്കം വന്നപ്പോൾ, പണ്ട് തർക്കം തീർത്തിരുന്നത് യുദ്ധം ചെയ്താണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂറിനെ പരാജയപ്പെടുത്തി കൊച്ചി വിജയിച്ചപ്പോൾ ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടത്താനുള്ള അവകാശം അത് കൊച്ചി രാജ്യത്തിന് കിട്ടിയതിന്റെ സന്തോഷമായി തുടങ്ങിയതാണ് അത്തച്ചമയം എന്നൊരു വേർഷനുണ്ട്. മറ്റൊന്ന്, കൊച്ചി രാജാവ് കാൽനടയായി അത്തനാളിൽ തൃക്കാക്കര അപ്പനെ സന്ദർശിക്കാൻ പോവുമായിരുന്നു. പിന്നീട് ചില തർക്കങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വന്നതോടുകൂടി അത് നടക്കാതെ പോയപ്പോൾ അതിന് പകരമായി ചമയ ആഘോഷങ്ങളോടുകൂടി വന്ന് തൃക്കാക്കര അപ്പനെ തൃപ്പൂണിത്തുറയിൽ വെച്ച് രാജാവ് വന്ദിക്കുന്നതാണ് അത്ത ആഘോഷങ്ങൾ എന്നുള്ള ചരിത്ര വ്യാഖ്യാനവും വന്നു. എന്തായാലും വർഷങ്ങളായി ഇടയ്ക്കൊന്ന് മുടങ്ങിയെങ്കിലും പിന്നീട് 61 വീണ്ടും ഇത് ആരംഭിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോവുകയാണ് അത്തച്ചമയ ആഘോഷങ്ങൾ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ തുടക്കകാലം മുതൽ ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ, ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധി, അതുപോലെ നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ, അതിന്റെ പ്രതിനിധി ഇവിടെയുണ്ട്. ചെമ്പിൽ അരയൻ, കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു ചെമ്പിൽ അരയൻ, ധീവര സഭയെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ചെമ്പിൽ അരയൻ, അവരെല്ലാം ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്, രാജകീയ പൈതൃകമുണ്ട്, കലയുടെ പൈതൃകമുണ്ട്, അനുഷ്ഠാന കലകളുടെ പൈതൃകമുണ്ട്. ഇവിടെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം. സത്യത്തിൽ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിരവധി കൊട്ടാരങ്ങൾ, എനിക്ക് തോന്നുന്നു 50-ലേറെ അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. അദ്ദേഹം ഏറ്റവും തീരെ ചെറുതായിരുന്നപ്പോൾ മുതൽ വളർന്ന കാലം വരെ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കും.